السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട ഷമീമെ മദീന, അതിൻ്റെ സഹോദര സഹോദരിമാരെ, മുഹിബ്ബീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യണം ഏൽപ്പിച്ചവരുണ്ട്, ആവശ്യപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഖൈറിൻ്റെ വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. അല്ലാഹ്, നീ ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ. നല്ലത് പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി മരിക്കാൻ അല്ലാഹ് നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. പ്രിയപ്പെട്ടവരെ, ഒരു 2-3 ചോദ്യങ്ങളാണ് കമന്റിലൂടെ വന്നത്. പഴയ വസ്ത്രങ്ങൾ കത്തിക്കാൻ വേണ്ടി പറ്റുമോ? ഇതിന് വിരോധമുണ്ടോ? ഉപയോഗമില്ലാത്ത വസ്ത്രമാണ്. അങ്ങനെ ഒരുപാട് ആവശ്യമില്ലാത്ത ഒരുപാട് വസ്ത്രങ്ങളുണ്ട്. ആ വസ്ത്രങ്ങളെ എന്ത് ചെയ്യണം? പിന്നെ പഴയ വസ്ത്രങ്ങൾ നമ്മൾ സ്വതക്ക ചെയ്യാൻ വേണ്ടി പറ്റുമോ? പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ, നല്ല ചോദ്യമാണ്. ഒരുപാട് ഉമ്മമാർക്ക്, ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെയുള്ള വസ്ത്രങ്ങൾ എന്ത് ചെയ്യണമെന്ന ഒരുപാട് ആൾക്കാരുടെ സംശയമാണ്. അതിനേക്കെല്ലാം ഷമീമെ മദീന, അതിനുള്ള ഒരുപാട് മുഹിബ്ബീങ്ങൾ, ഒരുപാട് നമ്മുടെ സഹോദര സഹോദരിമാർ, അങ്ങനെ പല കാര്യങ്ങളും പല ഗ്രൂപ്പിലേക്കും എത്തിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സ്വതക്കയുടെ പ്രതിഫലം നൽകട്ടെ, നല്ല ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പഴയ വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ അതിന് എന്താണ് ചെയ്യേണ്ടത്? ആവശ്യമില്ലാത്ത വസ്ത്രങ്ങളാണ്. ഉദാഹരണത്തിന്, ഒരു പെരുന്നാളിന് നമ്മൾ വസ്ത്രം വാങ്ങുന്നുണ്ട്, മറ്റൊരു പെരുന്നാളാകുമ്പോൾ അതിൻ്റെ മോഡൽ ചേഞ്ച് ആകുന്നുണ്ട്. ആ വസ്ത്രം അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? നമ്മളിട്ട വസ്ത്രമല്ല എന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള വസ്ത്രം ദാനം ചെയ്യൽ, സ്വതക്ക ചെയ്യൽ പ്രത്യേകം സുന്നത്താണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. പഴയ വസ്ത്രങ്ങൾ അതിനെന്താക്കാം? ആ വസ്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ, പഴയ മോഡൽ ചേഞ്ചായി ഇങ്ങനെ ഒരുപാട് വസ്ത്രങ്ങളുണ്ട്. നമ്മളെ വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന വസ്ത്രം, ആ വസ്ത്രങ്ങളെ മറ്റുള്ളവർക്ക് സ്വതക്ക ചെയ്യൽ പ്രത്യേകം സുന്നത്താണെന്ന് ബഹുമാനപ്പെട്ട ഇമാം കല്ലൂബി ഇമാം തങ്ങൾ തൻ്റെ കിതാബിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ ഉപയോഗമിൽ പിന്നെ കീറിച്ചിന്തലായ ആ വസ്ത്രങ്ങളെല്ലാം, ഒരുപാട് വസ്ത്രങ്ങളുണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റൂല. എന്നാൽ അങ്ങനെയുള്ള വസ്ത്രങ്ങളെ കത്തിക്കുന്നതിന് കത്തിക്കൽ എന്താണ്? അനുവദനീയമാണ്, ജായിസാണ്. ബഹുമാനപ്പെട്ട ഇമാം കല്ലൂബി ഇമാം തങ്ങൾ പറയുന്നത് കാണാം. കല്ലൂബി ഇമാമിൽ ഒരു ഫറഹട്ടിട്ട് പറയുന്നുണ്ട്, വബിനവി സൗബിൻ ഖദീമിൻ ലിമൻ ലബിസ ബദലുഹു ജദീദാ. പഴയ വസ്ത്രങ്ങൾ, അവനിക്ക് പുതിയ വസ്ത്രം കിട്ടിയിട്ടുണ്ട്, എന്നാൽ അങ്ങനെയുള്ളതായ വസ്ത്രങ്ങളെ സ്വതക്ക ചെയ്യൽ സുന്നത്താണ്. പ്രത്യേകിച്ചിട്ടും ഒരുപാട് ആൾക്കാർ വസ്ത്രമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ള വസ്ത്രത്തിന് അവർ വാങ്ങുന്നവരുണ്ട്, എന്നാൽ അവർക്ക് സ്വതക്ക ചെയ്യാം. അങ്ങനെയുള്ള വസ്ത്രം സ്വതക്ക ചെയ്യൽ സുന്നത്താണ്.
അതല്ലാതെ വേറെ ചെറിയ ചെറിയ വസ്ത്രങ്ങളുണ്ട്, അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നില്ല, എന്നാൽ കത്തിച്ച് കളയുന്ന എനിക്ക് വിരോധം ഇല്ല. പ്രിയപ്പെട്ടവരെ, അത് ഞാൻ സാന്ദർഭികമായ ഒരു കാര്യം പറഞ്ഞതാണ്. കമൻറ്റിലോടുകൂടെയാണ് ഒരു ഉമ്മ ഒരു സഹോദരി ചോദിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യം പറയുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനും നല്ലവരായി മരിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.